ഹലോ ഗായ്സ്, എന്തുണ്ട് വിശേഷം? നമുക്ക് ഇന്നൊരു തലക്കറി വെച്ചാലോ? എൻ്റെ തലയല്ലെന്നേ, നമുക്ക് മീനിൻ്റെ തല വെക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, നെമ്മീൻ വാങ്ങിയപ്പോൾ അതിൻ്റെ തല വെട്ടിയപ്പോൾ ഞാൻ ആലോചിച്ചതിന് ഇപ്പം എന്ത് ചെയ്യാന്ന്. അപ്പം വീട്ടിൽ മമ്മി സ്ഥിരം വെക്കാറുള്ള സംഭവമാണ് ഈ തലക്കറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാം. അതിന് വളരെ എളുപ്പമാണ് കേട്ടോ. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ ചതയ്ക്കുക. നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ ഇടിക്കൽ എത്ര ചെറുതാണെന്ന്? അപ്പം നമുക്ക് എല്ലാം കൂടി ചതയ്ക്കാൻ പറ്റില്ല. പാർട്ട് ബൈ പാർട്ടായിട്ട് ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുക. അപ്പോൾ ആദ്യം കൊച്ചുള്ളി മൊത്തം ചതച്ചു, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ പച്ചമുളക്. നിങ്ങളുടെ ഇഷ്ടാനുസരണം എത്ര തലയുണ്ടോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. തലക്കറി ആയതുകൊണ്ടായിരിക്കും എൻ്റെ തലയുടെ പകുതി എവിടെ പോയെന്ന് എനിക്കറിയില്ല. വീഡിയോ സെറ്റ് ചെയ്തിട്ട് ഞാൻ വന്നിട്ട് ഓരോ പരിപാടി ചെയ്ത് ലാസ്റ്റ് വീഡിയോ നോക്കിയപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ തല ഇതിലില്ലാത്ത കാര്യം. അപ്പോൾ അടുത്തത് നമുക്കൊരു തക്കാളി എടുക്കാം. പുളിയുടെ ഇഷ്ടത്തിൻ്റെ വലുപ്പ ചെറുപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മീഡിയം സൈസോ വലിയ തക്കാളിയോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ഇങ്ങനെ ഒരു മിക്സി ജാറിലോട്ട് അരിഞ്ഞിടുക. ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടിയും വെറും മുളക് പൊടിയും മാത്രമാണ് ഈ ഒരു കറിക്കിടുന്ന പൊടികൾ. മുളക് പൊടി എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം കിടന്നോട്ടെ തന്നെ, നല്ല കളർ വേണ്ട. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ദേ എടുത്ത് തട്ടുന്നത്. എന്നിട്ട് അതിനെ ഒന്ന് കറക്കിയെടുക്കുക. കറക്കിയെടുത്ത് കഴിയുമ്പോൾ ഈ പരുവത്തിൽ കിട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നരച്ചെടുക്കാം കേട്ടോ. അരച്ചു കഴിഞ്ഞാൽ അരപ്പ് ദേ ഇങ്ങനെ ഇരിക്കണം. അയ്യോ, ഞാൻ നിങ്ങളെ നമ്മുടെ താരത്തെ കാണിച്ചില്ലല്ലേ. ദേ ഇതാണ് ഗൈസ് നമ്മുടെ നെമ്മീൻ തല. അപ്പോൾ നമുക്കിനി മെയിൻ കോഴ്സിലോട്ട് കിടക്കാം. അതായത് മൺചട്ടി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എടുത്ത് വെക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായാൽ നമുക്ക് കുറച്ച് ഇത്രയും നുള്ളു ഉലുവ എടുത്തിട്ട് അങ്ങോട്ട് പൊട്ടിക്കുക. പൊട്ടിന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക് ചതച്ച് വെച്ച സാധനങ്ങൾ തട്ടുക. ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക. നോട്ടക്കണക്കും കൈക്കണക്കും ഒക്കെ ആയിപ്പോയത് കൊണ്ട് ഇപ്പം എനിക്ക് ഇതിൻ്റെ ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അളവൊന്നും പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടങ്ങോട്ട് പരീക്ഷിക്കുക. ആ സമയത്ത് നമുക്ക് കുറച്ച് പുളി എടുത്തിട്ട് ഇതേ ഇങ്ങനെ വെള്ളത്തിലിട്ട് കുറച്ചൊന്ന് കഴുകി എടുത്തിട്ട് അത് നമുക്കിനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാം. അപ്പോൾ ഈ പുളി നന്നായിട്ട് ഇറങ്ങുമല്ലോ. ദേ ആ ചട്ടി കിടക്കുന്ന ആൾക്കാരെ മറന്നു പോകരുത്. ഒരുപാട് മുരിഞ്ഞു പോയാൽ സീൻ മാറും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച തക്കാളി, മുളക് പൊടി പേസ്റ്റിനെ എടുത്ത് ഇങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഉപ്പും പുളിയില്ലെങ്കിൽ പിന്നെ എന്തൊട്ട് തലക്കറിയാണ്. അതന്നെ, ഉപ്പ് മറന്നു പോകരുത്. ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഈ തലക്കറിയൊക്കെ ആക്ച്വലി എൻ്റെ മമ്മി വെക്കുന്നത് ഭയങ്കര ടേസ്റ്റാട്ടോ. അതിനൊരു വേറൊരു സ്വാദ് തന്നെയാണ്. അപ്പോൾ ഇത് അത്രത്തോളം ഒന്നും വരില്ലെങ്കിലും ഇപ്പം തൽക്കാലം ഒരു കൊതി തീർക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ചേർത്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. നമുക്കിനി കുറച്ച് വെള്ളം ഒന്നൊഴിച്ച് ഈ മിക്സി ജാറൊക്കെ നമ്മളിങ്ങനെ കഴുകിയെടുക്കുമല്ലോ, ആ വെള്ളമാണ് ഇപ്പം ഞാൻ ഒഴിച്ചത്. അപ്പോൾ ഇനി നമ്മുടെ പുളി നേരത്തെ കുതിർത്ത് വെച്ചതെന്നല്ലോ, അതും കൂടെ എടുത്തിട്ട് അങ്ങോട്ട് തട്ടുക. മീൻ കറിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ മുളക്, അതായത് റെഡ് കളറിലിരിക്കുന്ന കറിയോടാണ് കേട്ടോ. തേങ്ങ അരച്ച കറി ഇഷ്ടമാണ്, പക്ഷെ എന്നാലും കുറച്ച് കൂടുതൽ ഇഷ്ടം മുന്തി നിൽക്കുന്നത് ഈ വക കറികളോടാണ്. അപ്പോൾ നമ്മുടെ മെയിൻ താരത്തെ ഇത് അരപ്പിലോട്ട് ഇറക്കി കഴിഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഒരുപാട് വെള്ളം ഒഴിച്ച് അതിനെ കുളമാക്കണ്ട. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ച് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇനി ഒന്ന് അടച്ചു വെക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അടപ്പ് തുറന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ മൊത്തം മുങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ട് പതുക്കെ കേട്ടോ. ഇതിപ്പോൾ വീഡിയോ സ്പീഡിലാണ് കാണിക്കുന്നത്, പക്ഷേ ഭയങ്കര സ്ലോയിൽ വേണം അത് ചെയ്യാൻ, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. എല്ലാം ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ എല്ലാ ഭാഗത്തും ഈ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കും. ഞാൻ ഇടയ്ക്ക് ഉപ്പ് നോക്കിയതാണ്. അപ്പോൾ എല്ലാം പുളി ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. അങ്ങനെ ഒരു 6 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ ഇങ്ങനെ തൂവി കൊടുക്കുക. നമ്മുടെ കറി റെഡി. എൻ്റെ തലയൊന്ന് കാണിക്കാൻ ഞാൻ കിടന്ന് പെടാപ്പാട് പെടുന്നത് നിങ്ങൾ കാണാതെ പോകരുത് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഊണിൻ്റെ വിശേഷങ്ങൾ. ഇനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരയ്ക്കും. ബൈ ബൈ.